ഹലോ, എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഞണ്ട് എങ്ങനെ ക്ലീൻ ചെയ്യുക എന്നതാണ്. അപ്പോൾ ഞണ്ട് കറി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും പലരും ചോദിച്ചായിരുന്നു ഇതെങ്ങനെ ഞണ്ട് എങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ വെച്ചാൽ അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഉണ്ടാക്കി അതിൻ്റെ ലിങ്ക് അയച്ചാൽ മതിയല്ലോ. ഒരുപാട് പേഴ്സണൽ മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞണ്ട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇടുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഞണ്ട് ശരിയാക്കണമെന്ന് നിർബന്ധം പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ പല സ്ഥലത്തും പല രീതിയിലാണ് ഞണ്ട് ശരിയാക്കണം കേട്ടോ. അപ്പം ഞങ്ങളുടെ രീതിയിലാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞണ്ട് മേടിച്ചതിന് ശേഷം അതിനെ ക്ലീൻ ചെയ്യണത് ജീവനോട് കൂടെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്യണം അല്ലേ? ഇറുക്കുകാലം ഇങ്ങോട്ട് വെട്ടിയിടത് കത്തി വെച്ച് വെട്ടി മാറ്റണേ. ഇനിയിപ്പോൾ നമ്മൾ സേഫാണ്, നമ്മൾ ഒന്നും ഞണ്ടൊന്നും ചെയ്യാൻ പോകില്ല. ഇപ്പം ഞണ്ടിൻ്റെ ഇറുക്കാല് കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ പിടിക്കാം. ഞണ്ടിൻ്റെ മേലെ ഞണ്ടിൻ്റെ ഇറുക്കാല് ഇവിടെ ഉണ്ട്. ഇതിൻ്റെ കാലെല്ലാം പൊടിച്ചെടുക്കാറുണ്ട്. രണ്ടാക്കിയാണ് അതിനെ. രണ്ടാക്കിയതിന് ശേഷം പൂ എടുത്ത് കളയുക. അത് പൂ പോലെ ഒരു സംഭവം കണ്ട രണ്ട് വശത്തും ഉണ്ട്. അത് ഇനി അത് വീണ്ടും ക്ലീൻ ചെയ്യണം അല്ലേ? വീണ്ടും ക്ലീൻ ചെയ്ത് അതിനുശേഷം മുറുക്കണം അല്ലേ? ആ മഞ്ഞ സാധനം എടുക്കോ? എന്ത് സാധനം? മഞ്ഞ സാധനം കളിയല്ലേ? കളിയാണ്. കളി എന്ന് വെച്ചാല് അതിന് ടേസ്റ്റ് രണ്ടിന്റെ മഞ്ഞ സാധനം എടുക്കുമെന്നാ പറയണത് അല്ലേ? അതിന് രുചി കിട്ടുന്നതാണെന്ന് പറയണത് അല്ലേ? കൊണ്ട് മാത്രമേ കളയുള്ളൂ. രണ്ട് വശത്തുണ്ട്. കഞ്ഞണ്ടാണെങ്കിൽ പൊന്നുണ്ടോ? പൊന്നെന്ന് പൊട്ടല്ലേ? പൊന്നെന്ന് പറഞ്ഞ വേറെ സാധനം. ഇത് പൊന്നല്ല അത് കളിന്ന് പറയും. കളി ഭാഗം കണ്ണിന്റെ ഭാഗം ഒന്നും എടുക്കില്ല അല്ലേ? ഈ വശം ഒന്നും എടുക്കില്ല. ആ വശം ഒന്നും എടുക്കില്ല. അത്ര ഭാഗം എടുക്കുള്ളൂ കണ്ണില്. സാധാരണ ഇവിടെയൊക്കെ പല സ്ഥലത്തും പല രീതിയിലുണ്ട്. ഇവിടെ നമ്മുടെ രീതിയിലാണ്, നമ്മുടെ വരാപ്പുഴയിലാണ് അങ്ങനെ ചെയ്യുന്നത്. എല്ലാ സ്ഥലത്തും അങ്ങനെ ആണെന്നൊന്നും നിർബന്ധമില്ല അല്ലേ? അങ്ങനെ ടേസ്റ്റ് ഇറച്ചിയൊക്കെ ഒന്ന് നുറുക്കിയിടുന്നു. ഇപ്പൊ കാലിപ്പോ കഴുകിയാണ്. ഇപ്പൊ കാല് കഴുകി വലുതായതൊന്നും മുറുക്കരുന്ന് പറയട്ടോ. കാലിന് നല്ല വലിപ്പമുള്ളതൊന്നും മുറുക്കിയിടുകയാണ്. കുഞ്ഞിക്കാലാണ് ചുമ്മാ ഇടാൻ മതിയാവും അല്ലേ? പൊട്ടിച്ചിട്ട് കട്ടിയുള്ളത് ചതച്ചിട്ട് കാല് അപ്പോൾ എളുപ്പമായിരിക്കും. വെള്ളം പോകാതെ കാലിട്ടിട്ടുണ്ട്. അപ്പോൾ കാലൊക്കെ ഒന്ന് ചതച്ചിട്ട് നല്ലൊരു കട്ടിയുള്ളത് കല്ല് വെച്ച കഴിക്കാൻ വേണ്ടി എളുപ്പത്തിന് മേലെ പാടായിരിക്കും. ഇങ്ങനെ ഉള്ളിൽ നിന്ന് കഴുപ്പെടുക്കാൻ പാടാണ്. അതുകൊണ്ടാണ് ഇത് വെട്ടി നോക്കി ഇങ്ങനെ ഇടുന്നത്.
ചെറിയ കാലെല്ലാം കഴുകി തളച്ചിടുന്നു നല്ല ചെറുതായിട്ട് നുറുക്കിയിട്ടാ പോലെ കഥയ്ക്കണോ? അതിന്റെ തുമ്പത്തെ കളയും അത് ഇല്ലേ? തുമ്പത്തെ അതെല്ലാം കളയും, അല്ലെങ്കിൽ ഇതൊരു വേറെ രുചി വരുമോ അല്ലേ? അങ്ങനെ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല തോന്നുന്നു. കളഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. കാലിന്റെ തുമ്പത്തുള്ളത് കളഞ്ഞിലേക്ക് കുഴപ്പമില്ലെന്നാ പറയണത്. പക്ഷെ അത് കഴിക്കാൻ കാണാനായിട്ടൊരു ഭംഗിക്കുറവായിരിക്കും നമ്മൾ കഴിക്കുമ്പല്ലേ. അല്ല, ഭംഗിക്കുറവില്ല. അത് കഴിക്കാനൊന്നും ഉണ്ടാവില്ല. അത് കാലിലൊന്നും ഉണ്ടാവില്ല. കാലൊന്നും ഉണ്ടാവില്ലല്ലേ? പഴമുണ്ടാവും. ക്ലീനാക്കി കൊണ്ടിരിക്കുകയാണ്. ക്ലീൻ തീരാറായി അല്ലേ? ക്ലീനിങ് പരിപാടിയൊന്നുമില്ല. എറണാകുളയില്ലേ? ഇല്ലല്ലോ, എറണാകുളം കപ്പ് കുറച്ചുള്ളൂ.